ദുരന്തഭൂമിയായി വയനാട്. വയനാട് മണ്ണിടിച്ചിലിൽ കാണാതായ 5 പേർക്കായി തെരച്ചിൽ തുടരുകയാണ്. പ്രദേശത്ത് കനത്ത മഴ ഇപ്പോഴും തുടരുന്നു. അത് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്നുണ്ട്. നിർമ്മാണത്തിന്റെ ഭാഗമായി കൂട്ടിയിട്ട മണ്ണ് വലിയ അപകട ഭീഷണി ഉയർത്തുകയാണ്. ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹം വിമാനത്തിൽ നാട്ടിലെത്തിക്കും. ആശ്രിതർക്ക് സർക്കാർ 5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. തുരങ്കപാത നിർമ്മാണ കമ്പനിയിലെ ജീവനക്കാരായ 5 പേരെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. CV അനുമോദുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനുമോദ്, രക്ഷാപ്രവർത്തനം ഇപ്പോഴും ദുഷ്കരം എന്നതാണ് ഏറ്റവും സങ്കടകരമായ വിവരം. മഴ ശക്തമായി തന്നെ തുടരുന്നു. മാത്രവുമല്ല, കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് വലിയ അപകട ഭീഷണിയാകുന്നു. എന്തൊക്കെയാണ് ഇനി രക്ഷാദൌത്യത്തിന്റെ വഴി? എന്തൊക്കെ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് രക്ഷാപ്രവർത്തനം ഇപ്പോൾ നടക്കുന്നത്? രേണുക, അതീവ ദുഷ്കരമാണ് നിലവിലെ സാഹചര്യങ്ങൾ. കനത്ത മഴ രാവിലെ മുതൽ പെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇവിടെ ഏറ്റവും വലിയ തടസ്സമായിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ കുത്തിയൊലിക്കുന്ന പുഴയുടെ അരികിലാണ്. നമുക്കിവിടെ കാണാൻ കഴിയും ഈ മഴയിൽ കുതിർന്ന മണ്ണിന്റെ ഭാഗങ്ങളൊക്കെ പലയിടത്തും ഇപ്പോഴും ഒലിച്ചിറങ്ങുന്ന അല്ലെങ്കിൽ ഇടിഞ്ഞിറങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനാകുന്നത്. അതീവ ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ്. ഈ യന്ത്രങ്ങൾ കൊണ്ടുപോലും പരിശോധന നടത്താൻ കഴിയാത്ത രീതിയിലേക്ക് ഇവിടുത്തെ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. നമുക്ക് ഇവിടുന്ന് ദൃശ്യങ്ങൾ കാണുമ്പോൾ ഇപ്പോൾ മനസ്സിലാക്കാം, ആ പാലത്തിന്റെ താഴെ അക്കരെ ഈ തൊഴിലാളികളെ കൊണ്ടുവന്ന ബസ് അവിടെ അടിഞ്ഞു കിടക്കുന്നത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം ഈ യന്ത്രസാമഗ്രികളൊക്കെ കുത്തി ഒലിച്ചു വന്നതും വലിയ പാറകൾ മുകളിൽ നിന്ന് ഒലിച്ചു വന്നതൊക്കെ ഈ ഒരു പുഴയുടെ തീരത്തെ ഈ പാലത്തിന്റെ ചുവട്ടിൽ പല ഭാഗത്തായി ചിതറിക്കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിലേക്കൊന്നും നമുക്ക് ഇറങ്ങാൻ പോലും കഴിയാത്ത അത്ര ദുഷ്കരമാണ് സാഹചര്യങ്ങൾ. ചവിട്ടിയാൽ നമ്മൾ താഴ്ന്നു പോകുന്ന, ആണ്ടുപോകുന്ന ഒരു മണ്ണാണ്. അതീവ ദുർബലാവസ്ഥയിലുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. വലിയ ദുഷ്കരമായ സാഹചര്യം. നമ്മോടൊപ്പം കണ്ണൂർ ഡിസ്ട്രിക്ട് ഫയർ ഓഫീസർ അരുൺ ഭാസ്കർ സാർ ചേരുന്നുണ്ട്. സാറ്, വലിയ ദുഷ്കരമാണുള്ള ഈ സാഹചര്യം ധരിച്ചിരുന്നു അല്ലേ? ഓക്കെ, നമ്മൾ കനത്ത മഴയാണ് 2 ദിവസമായിട്ട്. അപ്പോൾ ഇന്ന് തന്നെ ഫുൾ ടൈം ഇതുവരെ മഴ തോർന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ റെസ്ക്യൂ ഓപ്പറേഷൻ വളരെ ദുഷ്കരമാണ്. പക്ഷെ എന്നാലും നമ്മൾ ഒരേ സമയം നമ്മുടെ 8 ടീം, മറ്റ് 8 ഹിറ്റാച്ചിലെ ടീം, നമ്മുടെ ഫയർ റെസ്ക്യൂവിന്റെ 10 പേരത്തിൽ ടീം വർക്ക് ചെയ്യുന്നുണ്ട്. അതേസമയം ഡൗൺ സ്ട്രീമിൽ പുഴയുടെ തീരത്ത് നമ്മുടെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ 2 ടീം, 10 പേരുടെ ടീം ഡൗൺ സ്ട്രീമിൽ പരിശോധന നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ പ്രശ്നം വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് മഴയായതുകൊണ്ട് നമുക്ക് ഒരു പരിധി കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. ഹിറ്റാച്ചി ഓപ്പറേറ്റർമാർക്കും അവർക്ക് തന്നെ മണ്ണ് പല സ്ഥലത്തും ഇടിഞ്ഞു വീഴുന്നുണ്ട്, ശക്തമായിട്ട് വെള്ളം ഒഴുകി വരുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെ റിസ്ക് പരിഗണിച്ച് എന്നാലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഓപ്പറേഷൻ നിർത്തുന്നില്ല, പൂർണ്ണമായിട്ട് നിർത്തുന്നില്ല. ഇന്നലെ തന്നെ രാത്രി 3:30 വരെ വർക്ക് ചെയ്തിട്ട് നമ്മൾ റോഡ് ക്ലിയർ ആക്കിയത്. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തൊട്ട് 8 മണി തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ ഒരേ സമയം തന്നെ 10 ടീമാണ് നമുക്ക് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു പരിധി, അപ്പോൾ എല്ലാ മണ്ണും പൂർണ്ണമായിട്ട് നീക്കം ചെയ്യും. മണ്ണും കല്ലും പാറയും എല്ലാം പൂർണ്ണമായിട്ട് നീക്കം ചെയ്താൽ മാത്രമേ നമുക്ക് സെർച്ച് കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിലേക്ക് എത്താനുള്ള വഴികൾ തന്നെ പലതും ബ്ലോക്കാണ്. മണ്ണിടിഞ്ഞപ്പോൾ ഹിറ്റാച്ചി അകത്തേക്ക് പോലും പല സ്ഥലത്ത് എത്തുന്നില്ല. അപ്പോൾ ആ വഴികളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ എത്തുന്നത്. ഇപ്പോൾ പുഴയുടെ തീരത്ത് തന്നെ എല്ലാ മണ്ണുകളും ഇടിഞ്ഞ് വീണ് കിടക്കുന്ന ഹിറ്റാച്ചി ഇറങ്ങുന്നതിന് JCB അവർക്ക് തന്നെ പേടിയാണ് ഇറങ്ങാൻ. അപ്പോൾ നമ്മൾ അവരെ ധൈര്യം കൊടുത്തിട്ടാണ് പിടിച്ചിറക്കി കൊണ്ടുവരുന്നത്. പിന്നെ നമ്മൾ കൂടാതെ ഈ കമ്പും ഈ ഇത് മരത്തിന്റെ തടിയിൽ വെച്ച് പ്ലാറ്റ്ഫോം ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് അവരെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സ്ലോ ആണ്. പക്ഷേ നമ്മളെന്നാലും ഒരിക്കലും മഴ സമയത്ത് പൂർണ്ണമായിട്ട് രക്ഷാപ്പ് നിർത്തി വെക്കേണ്ടതാണ്. എന്നാലും ഫയർ റെസ്ക്യൂ ടീം നമ്മുടെ ഒരു പ്രാക്ടിക്കൽ ഇത് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്ററായിട്ട് റിസ്ക് എടുത്തിട്ട് പല സ്ഥലങ്ങളിലും ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുന്നുണ്ട്. ഈ മഴ കൂടുന്തോറും മുകളിൽ വീണ്ടും മണ്ണ് ഇടിഞ്ഞു വരാനുള്ള ഒരു സാധ്യത, ഭീഷണി നിലനിൽക്കുന്നില്ലേ? മണ്ണ് ഇടിഞ്ഞു വരാൻ സാധ്യത ഉണ്ട്. ഇപ്പം അതുപോലെ ഇളക്കിയിട്ട മണ്ണുകൾ വീണ്ടും പല സ്ഥലത്ത് ഒഴുകി വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒബ്സർവേഷൻ ഒരു ടീമിനെ നമ്മുടെ ടോപ്പിന്റെ അടുത്തേക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ അങ്ങനെയുള്ള ഒരു ഭീഷണി ഉണ്ടെങ്കിൽ അവർ വാച്ച് ചെയ്തിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സെറ്റിലൂടെ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പ്രകാരം മഴ സമയത്തും രാത്രിയൊന്നും രക്ഷാപ്രവർത്തനം നമ്മൾ വളരെ അപൂർവമായിട്ട് നടത്താറുള്ളൂ. നമ്മൾ ഇന്നലെ രാത്രി ഫുള്ള് നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ റോഡ് മൊത്തം അതുകൊണ്ട് ക്ലിയർ ആയി രാവിലെ ആവട്ടപ്പോഴേക്കും. പിന്നെ ഇനിയിപ്പോൾ റോഡ് ക്ലിയർ ആയതുകൊണ്ട് ജനങ്ങൾക്ക് അങ്ങോട്ട് ഇതിന് പോകാനുള്ള എല്ലാം, ചുവൽമല നിവാസികൾക്ക് അങ്ങോട്ട് ഇതിന് പോകാനുള്ള എല്ലാ വഴി ക്ലിയർ ആയി കൊടുത്തു. അപ്പോൾ ഇന്നിപ്പോൾ ബാക്കിയുള്ള ഓപ്പറേഷൻ നമ്മൾ രാവിലെ തുടങ്ങുന്നെങ്കിലും ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്യുന്നതിന് നമുക്കൊരു തടസ്സമുണ്ട്. തീർച്ചയായും അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. മഴ തുടർച്ചയായി പെയ്യുന്നു. ആ കൂട്ടിയിട്ട മണ്ണ് അവിടെ നിന്ന് വീണ്ടും ഇടിഞ്ഞു വരാനുള്ള സാധ്യത, അതുപോലെ തന്നെ അവിടെ നിന്ന് ഒഴുകിയെത്തിയ മണ്ണ് വീണ്ടും ഇടിഞ്ഞ് പുഴയിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ ഇവിടുന്ന് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അതീവ അപകടാവസ്ഥയിലാണ് ആ ഹിറ്റാച്ചി എല്ലാം തന്നെ ഇപ്പോൾ ഉള്ളത്. അതിന്റെ പുറകിലൊക്കെ നമുക്ക് നോക്കിയാൽ കാണാം മണ്ണൊക്കെ ഒഴുകി ഇറങ്ങുന്ന ദൃശ്യങ്ങളൊക്കെ കാഴ്ചകൾ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അത്രയും ദുഷ്കരമാണ് ഈ ഒരു തെരച്ചിൽ ദൗത്യം ഇവിടെ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്.
വലിയ കുത്തൊഴുക്ക് ഇപ്പോൾ പുഴയിൽ അനുഭവപ്പെടുന്നുണ്ട്. മഴ തുടരുകയാണെങ്കിൽ സാഹചര്യങ്ങൾ വീണ്ടും മോശമാകുന്ന ഒരവസ്ഥയാകും ഉണ്ടാവുക. 4 സോണുകളാക്കി തിരിച്ചുള്ള ഈ ഒരു പരിശോധന അത് കനത്ത മഴയിലും പരമാവധി ഇടങ്ങളിൽ തുടരുന്നു എന്ന് തന്നെയാണ് ഫയർഫോഴ്സ് മേധാവി അടക്കമുള്ളവർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ 3 മരണം സ്ഥിരീകരിച്ചിരുന്നു. 5 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളതെന്ന് അധികൃതർ വ്യക്തമാക്കിയിരുന്നു. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പക്ഷേ ഇപ്പോൾ ഈ കനത്ത മഴയിൽ അല്പം പ്രതിസന്ധി നേരിടുന്ന സാഹചര്യമാണ് ഉള്ളത്. മഴ തുടർന്നാൽ വീണ്ടും സാഹചര്യങ്ങൾ മോശമാകുമെന്ന ഒരു ആശങ്കയും എല്ലാവരും പങ്കുവയ്ക്കുന്നുമുണ്ട്. രേണുക, അനുമോദ്, ഈ 5 പേർ എന്നത് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുന്നുണ്ടോ? അതിൽ കൂടുതൽ ആരും അതിൽ അകപ്പെട്ടിട്ടില്ല എന്നതൊരു സ്ഥിരീകരിച്ച വിവരമായി തന്നെ ഉണ്ടോ? നേരത്തെ ഈ പാലത്തിനപ്പുറ വശത്തുള്ളവരുടെ പോലും സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു. ഇവിടെ ഈ അപകടാവസ്ഥ തുടരുന്നത് കൊണ്ട് തന്നെ മറ്റെന്തൊക്കെ നിർദ്ദേശങ്ങളാണ് പ്രദേശവാസികൾക്ക് നൽകിയിട്ടുള്ളത്? രേണുക, ഈ നേരത്തെ കാണാതായതിൽ 5 പേരെന്നത് സർക്കാരിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു കണക്കാണ്. അത് ഈ ഒരു നിർമ്മാണ കമ്പനിയിലെ ജീവനക്കാരുടെ എണ്ണം, അവരിൽ രക്ഷപ്പെട്ടവരുടെ എണ്ണം ഇതെല്ലാം പരിശോധിച്ചുകൊണ്ടാണ് 5 എന്ന ആ സംഖ്യയിലേക്ക് എത്തിയിട്ടുള്ളത്. അല്പസമയം മുമ്പ് മുൻമന്ത്രി കെ രാജൻ ഇവിടെ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇവിടെ എത്തിയതിൽ കാഴ്ച കാണാൻ വന്നവർ മറ്റ് ഇടങ്ങളിൽ നിന്ന് വന്നവരാരെങ്കിലും ഉണ്ടോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ ഇതുവരെയൊക്കെ അത്തരത്തിലുള്ളൊരു സൂചനകളൊന്നും ലഭിക്കാത്ത സാഹചര്യത്തിൽ ഈ 5 എന്ന സംഖ്യയിൽ തന്നെ നിൽക്കുകയാണുള്ളത്. നമുക്കിപ്പോൾ അവിടെ ഈ പാലം തുറന്നതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പാലത്തിലൂടെ പക്ഷേ വളരെ നിയന്ത്രിതമായ അളവിൽ മാത്രമേ എണ്ണത്തിൽ മാത്രമേ വാഹനങ്ങളെ കടത്തിവിടുന്നുള്ളൂ. 1 നേരത്തെ ചൂരൽമലയിൽ കുടുങ്ങിയവർ, 2 ഈ പ്രദേശവാസികൾ, 3 ഈ രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ട വാഹനങ്ങൾ. അത് മാത്രമേ ഇതുവഴി കടത്തിവിടുന്നുള്ളൂ. മറ്റാരെയും ഈ വഴി സഞ്ചരിക്കാൻ അനുവദിക്കുന്നില്ല. ചൂരൽമല നിവാസികൾക്കും അതായത് ഈ പാലത്തിന്റെ മറുവശത്തുള്ളവർക്ക് ഇതുവഴി കടന്നു പോകാനുള്ള അനുവാദമുണ്ട്. പക്ഷേ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ മണ്ണിടിച്ചിലുണ്ടായ ഈ പ്രദേശത്തിന് 500 മീറ്റർ ചുറ്റളവുള്ളവരോടാണ് സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറാൻ പറഞ്ഞിട്ടുള്ളത്. അതിന് ക്യാമ്പും ഇവിടെ മേപ്പാടി പോളിടെക്നിക് കോളേജിൽ തുടങ്ങിയിട്ടുണ്ട്. എന്താണെങ്കിലും മറ്റെവിടെയും കൂടുതൽ പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് ഇവിടെ ആശ്വാസമാകുന്ന ഒരു കാര്യം. പക്ഷേ ആശങ്കയായിട്ട് മഴ തുടരുമ്പോൾ തെരച്ചിൽ ദൗത്യം അത് വലിയ തോതിൽ തന്നെ പ്രതിസന്ധി നേരിടുകയാണ്. ഒപ്പം തന്നെ ഈ പ്രദേശവാസികളെ സംബന്ധിച്ച് ഈ കുന്നുപോലെ കൂടിക്കിടക്കുന്ന ഈ മൺകൂന അത് എത്രയും പെട്ടെന്ന് നീക്കം ചെയ്തില്ലെങ്കിൽ വീണ്ടും ഒരു ആശങ്ക ഉണ്ടാകുമോ, ഒരു അപകട സാധ്യത ഉണ്ടാകുമോ എന്ന പേടിയും എല്ലാവരും പങ്കുവയ്ക്കുന്നുമുണ്ട്. രേണുക, വി അനുമോദാണ് ദുരന്ത ഭൂമിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം എത്രമാത്രം ശ്രമകരമാണ് ആ രക്ഷാദൗത്യം എന്നത്. വലിയ പ്രതികൂല കാലാവസ്ഥ കൂടി നിലനിൽക്കുന്നു. അങ്ങനെ രക്ഷാദൗത്യത്തിന് അത് വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഘടകമാണ്. 5 പേരെ കണ്ടെത്താനുണ്ട്. അവർക്കായുള്ള തെരച്ചിൽ അവിടെ തുടരുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.